ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുത്ത ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ 4 സ്ലൈസ് ബ്രെഡ് വേണം. ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തതാണ്. കൂടെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പാല്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ആ മിക്സ് അങ്ങ് ഫുള്ളായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ആവി കയറ്റിയെടുക്കുന്ന പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ലെയർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് അടിച്ചെടുക്കണം. ക്യാരറ്റ് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്ലൈസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതിപ്പം വേവാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ആ ക്യാരറ്റിൻ്റെ മിക്സും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം 20 മിനിറ്റ് ആയപ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗമെല്ലാം ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് വിടിയിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിപ്പം ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇനി ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുത്ത പുഡിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.